ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബീറ്റ്റൂട്ട് വെച്ചിട്ട് സോപ്പ് ബേസ് ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സോപ്പാണ്. ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്രൈറ്റനിങ് സോപ്പും കൂടിയാണത്. കുഞ്ഞു മക്കൾ മുതൽ വലിയവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സോപ്പും കൂടിയാണത്. ഇനി വലിയ ക്യാഷൊന്നും കൊടുത്തിട്ട് കടയിൽ നിന്നൊന്നും സോപ്പ് വാങ്ങിക്കണ്ട. കെമിക്കലൊന്നും ഇല്ലാത്ത നല്ലൊരു സോപ്പ് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ്. ഇതിനായിട്ട് ഒരു ബീറ്റ്റൂട്ടാണ് ആവശ്യമുള്ളത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ ജ്യൂസാണ് നമുക്ക് സോപ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. ഇതൊരു അരിപ്പ വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. ജ്യൂസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ആ ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത്. അരിപ്പ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണി വെച്ചിട്ടോ അരിച്ചെടുത്താൽ മതി. കോട്ടൺ തുണിയാണെങ്കിൽ നന്നായി പ്രസ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ജ്യൂസ് നന്നായിട്ട് കിട്ടും. അല്ലെങ്കിൽ അരിപ്പ വെച്ചിട്ട് ചെയ്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് കറ്റാർവാഴയാണ്. ഇതിൻ്റെ മഞ്ഞ കളർ പോയതിന് ശേഷം നന്നായി വാഷ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ രണ്ട് സൈഡും കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് സെപ്പറേറ്റ് എടുക്കുക. റെഡിമെയ്ഡ് ജെല്ല് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. കുറച്ചുകൂടി കൂടുതൽ ബെനിഫിറ്റ് ഉള്ളത് ഇങ്ങനെ കറ്റാർവാഴ ഒറിജിനൽ കറ്റാർവാഴ എടുക്കുന്നതാണ്. അതില്ലാന്ന് വെച്ചാൽ മറ്റേ കറ്റാർവാഴയുടെ ജെല്ല് എടുത്താലും മതി. അതൊരു ടീസ്പൂൺ ചേർത്താലും മതി. ഇതിലേക്ക് ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക. നന്നായി അരച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂണ് ഗ്ലിസറിൻ ഒഴിക്കുക. ഗ്ലിസറിൻ സ്കിന്നിന് നല്ലതാണ്. നല്ല റിഫ്രഷിങ്ങിനും ഡ്രൈനെസ് മാറാനൊക്കെ നല്ലതാണ് ഗ്ലിസറിൻ എന്ന് പറഞ്ഞാൽ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് 1 ടീസ്പൂൺ അരിപ്പൊടിയും 1 ടീസ്പൂൺ കാപ്പിപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. കട്ട പിടിച്ചിരിക്കാനൊന്നും പാടില്ല. നന്നായി ഈ ബീറ്റ്റൂട്ടിൻ്റെ ജ്യൂസും കാപ്പിപ്പൊടിയും അരിപ്പൊടിയും ഗ്ലിസറിനും എല്ലാം കൂടി നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. എല്ലാം നന്നായി ബ്രൈറ്റനിങ് ആവാനും വൈറ്റനിങ് ആവാനൊക്കെ നല്ലതാണ്. ഇതിന് ഇനി ആവശ്യമുള്ളത് 40 രൂപയുടെ ഒരു PS സോപ്പാണ്. വലിയ ചിലവൊന്നുമില്ല. 40 രൂപയുടെ PS സോപ്പൊക്കെ ഇപ്പോൾ ഷോപ്പിലൊക്കെ കിട്ടാവുന്നതാണ്. ഇത് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുക. ഒരു സോപ്പ് വെച്ചിട്ട് തന്നെ 4 സോപ്പ് വരെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഞാൻ 2 ചെയ്തിട്ടുള്ളൂ. എൻ്റെ അടുത്ത് പാത്രം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ 2 ചെയ്തത്. അതിന് അത്യാവശ്യം നല്ല കട്ടിക്കുള്ള സോപ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനെപ്പോഴും യൂസ് ചെയ്യണത് ആ സോപ്പ്. ഇനി ആ കട്ട് ചെയ്തത് മാറ്റി വെക്കുക. എന്നിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഡബിൾ ബോയിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ അതിൻ്റെ മേലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത സോപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനൊന്ന് അലിയിപ്പിച്ചെടുക്കുക. അതായത് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ മിക്സ് നന്നായി മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് കുറച്ചിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ആദ്യം കുറച്ച് ഒഴിക്കുക. എന്നിട്ട് അത് മിക്സ് ആയതിന് ശേഷം പിന്നെ കുറച്ച് കൂടി ഒഴിക്കുക. ദെൻ മിക്സ് ആയതിനു ശേഷം പിന്നെ ഫുൾ ഒഴിക്കുക. അങ്ങനെ ഒഴിച്ചിട്ട് അത് മിക്സാക്കി എടുക്കുക. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. അങ്ങനെ കുറച്ചിച്ച് ഒഴിച്ചിട്ട് മിക്സാക്കി എടുത്താൽ മതി. ഇതെല്ലാം കൂടി നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഇത് മാറ്റി വെക്കാവുന്നതാണ്. ഗ്യാസിൽ നിന്ന് എടുത്ത് വെക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ പാത്രത്തിലേക്ക് ഒഴിക്കുന്നത്. കാരണം എൻ്റെ അടുത്തുള്ളത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂട് കൊടുക്കാൻ ഒഴിക്കാൻ പറ്റില്ല. സോപ്പിൻ്റെ മോൾഡ് മേടിക്കണമെന്നൊന്നുമില്ല. ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ ഇതുപോലത്തെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനി പാത്രത്തിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നതിന് ശേഷമാണ് നമ്മൾ ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കുന്നത്. ഇതിലേക്ക് ചൂട് കൊടുക്കുന്ന ഒഴിക്കരുത്. ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. ചൂട് കൊടുക്കുന്ന ഒഴിച്ചാൽ പാത്രം ഉരുകിപ്പോവും. അതുകൊണ്ട് ചൂടാറിയതിന് ശേഷം ഒഴിക്കുക. ചൂടാറാ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നന്നായി ചൂടാറേണ്ട, നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റിയൊരു ചൂട്, അത്രയാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ഇതുപോലത്തെ 4 സോപ്പ് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ 2 പാത്രം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ 2 ഉണ്ടാക്കിയത്. ഇത് ഞാൻ 2 പാത്രത്തിലായി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നല്ല കട്ടിക്ക് നല്ല വലിയ സോപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു 1 മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ 2 വീക്കായി യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുവരെ കഴിഞ്ഞില്ല. അതിൻ്റെ പകുതി ആയുള്ളൂ.
പിന്നെ ഞാനത് പിറ്റേ ദിവസമാണ് എടുക്കുന്നത്. പക്ഷേ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കുന്നു. ഒന്നിങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ കയ്യിലേക്ക് പോരുന്നുണ്ട്. നല്ലൊരു സോപ്പാണ്, യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു സോപ്പാണ്. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, പക്ഷേ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല. ഫ്രീസറിൻ്റെ തൊട്ട് താഴെ വെച്ചാലും മതി, അല്ലെങ്കിൽ പുറത്ത് വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കാം. പിറ്റേ ദിവസമാകുമ്പോൾ നല്ല സോപ്പായിട്ട് തന്നെ കിട്ടും. ഇതിൽ കെമിക്കലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു അടിപൊളി സോപ്പ് തന്നെയാണിത്. നന്നായിട്ട് പത വരുന്നുണ്ടേനും. ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്നിങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് പത വരുന്നുണ്ട്. പിന്നെ നല്ലൊരു ബ്രൈറ്റനിങ്ങും തോന്നുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. കൈയൊക്കെ നന്നായി ബ്രൈറ്റനിങ്, പിന്നെ കാലിലൊക്കെ റിങ്കിൾസൊക്കെ വന്ന് അതൊക്കെ പോകുന്നുണ്ട്. കാലൊക്കെ നല്ലൊരു ബ്രൈറ്റനായി പോലെ. ഫുൾ ബോഡി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു അടിപൊളി സോപ്പാണ്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളെ സ്കിന്നിന് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളതല്ല. കറ്റാർവാഴ ആണെങ്കിലും ബീറ്റ്റൂട്ട് ആണെങ്കിലും അരിപ്പൊടി ആണെങ്കിലും കാപ്പിപ്പൊടി ആണെങ്കിലും ഗ്ലിസറിൻ ആണെങ്കിലും നമ്മുടെ സ്കിന്നിന് നന്നായി ഹെൽപ്പ് ചെയ്യും. ബ്രൈറ്റൻ ചെയ്യാനും വൈറ്റനിങ്ങിനും ലൈറ്റനിങ്ങിനും ഒക്കെ നല്ലതാണ്. ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയും കൂടിയാണിത്. റിങ്കിൾസൊക്കെ തടയാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഒരു കെമിക്കൽസും ഇല്ലാത്തത് കൊണ്ട് തന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഫുൾ ബോഡി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഒരു പിയർ സോപ്പ് മതി, 4 സോപ്പ് വരെ നമുക്ക് ഉണ്ടാക്കാം. എന്തായാലും റിസൾട്ട് ഉറപ്പായിക്കാരം, 100% ഉറപ്പാണ് റിസൾട്ട്.